നമസ്കാരം. CPM കടുംപിടുത്തം തുടരുകയാണെങ്കിൽ ഇടതുമുന്നണി കേരളത്തിലും കോൺഗ്രസുമായി സഖ്യം ആരംഭിച്ചേക്കും. ഈ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് CPI ഇപ്പോൾ രംഗത്തെത്തുന്നത്. രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി ഇടതുമുന്നണി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രം എന്തിനാണ് കോൺഗ്രസിനോട് മത്സരിക്കുന്നതെന്നതാണ് CPI ചോദിക്കുന്നത്. NDA സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തിനാണ് കോൺഗ്രസിനോട് വിയോജിപ്പ് കാണിച്ച് മത്സരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. നിലവിൽ ലോക പരാജയമായ ആഭ്യന്തരത്തിന്റെ ചെയ്തികൾ മറന്ന് ജനം നമുക്കൊപ്പം നിൽക്കണമെങ്കിൽ, കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോയേ മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ചില സഖാക്കന്മാർ. CPI മലപ്പുറം ജില്ലാ ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM-നെതിരെ വലിയ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPI നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. CPM തിരുത്തിയില്ല എങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തുന്നു. CPM കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി ഇടതുമുന്നണിക്ക് സഖ്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നും പൊന്നാനിയിൽ നിന്നുള്ള ഒരംഗം പറയുകയുണ്ടായി. രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാട് എടുക്കുന്നത് എന്തിനാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. CPM അവഗണന സഹിക്കാവുന്നതിലും അപ്പുറത്താണെന്നും പ്രതിനിധികൾ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും തിരൂരിലെ ക്യാമ്പിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അനുവദിക്കാത്തതുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ചർച്ച അവിടെ അവസാനിച്ചു. എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. എന്തായാലും ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPI നേതാവ് പിണറായി ഭരണം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട് CPI നേതാവായിട്ടുള്ള ഒരു വ്യക്തിയും അനുയായികളും BJP-യിലേക്ക് പോയ വാർത്ത നാം കണ്ടതാണ്. നിലവിൽ ജില്ലയിലെ CPI-യിൽ വിഭാഗീയതയും പ്രശ്നങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു CPI നേതാവ് BJP-യിലേക്ക് പോയത്. അതിനൊപ്പം തന്നെ 15 അണികളും അദ്ദേഹത്തിനോടൊപ്പം BJP-യിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചു എന്നത് വലിയ ചർച്ചയ്ക്കിടയാക്കി. വരും ദിവസങ്ങളിലും കൂടുതൽ പേർ ഇതേപോലെ BJP-യിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CPI പ്രവർത്തകർ കോൺഗ്രസുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കണമെന്നെല്ലാമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഇത് CPM-നെ സംബന്ധിച്ച് വലിയ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ആവശ്യം തന്നെയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാം കണ്ടതാണ്, രാജ്യത്ത് തന്നെ ആകെയുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പരിഗണന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിട്ട് പോലും ആ പരിഗണന പ്രചാരണത്തിൽ പോലും കാണിക്കാത്തൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം പ്രചരണത്തിന് എത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പോലും ആ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി കൃത്യമായി മുങ്ങുകയാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായുള്ള മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നതിനോടുള്ള മടിയാണ് ഇങ്ങനെയൊരു വിനോദയാത്ര തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് അതേ നേതൃത്വത്തോട് ഇപ്പോൾ കേരളത്തിനകത്ത് കോൺഗ്രസുമായി ഒപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം CPI ആവശ്യപ്പെടുന്നത്. അതിനാൽ ഇത് ഇടതുമുന്നണിക്കുള്ളിൽ വലിയ വാക്പോരുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വാക്പോര് കടന്ന് ഇടതുമുന്നണി CPI നേതാക്കൾ വിടാനുള്ള സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കും.